ത്വക്കിന്റെ ദേവത വായു, സ്പർശത്തിന്റെ ദേവത വായുവാണ് ത്വക്കിന്റെ ദേവത. അപ്പൊ വായു ഉണ്ടായി, സ്പർശമുണ്ടായി, ത്വക്കുണ്ടായി, അതിന്റെ ദേവതയുണ്ടായി, പെട്ടെന്നായി. ഞാൻ അടുത്തതുണ്ടാവുകയും ഇത് രണ്ടും കൂടി കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആരുണ്ടാവുന്നത്? ഈ വായു ഇവിടുന്ന് മൂക്കില് അവിടുന്ന് മൂക്കില് രണ്ടും കൂടി കൂട്ടിമുട്ടുമ്പോ എന്തോ ഒരു മിന്നലുണ്ടായി. ഈ മിന്നലുണ്ടായപ്പോഴാണ് അതിനാണ് പേരിട്ടത് രൂപം. വിളക്ക് കത്തിക്കോളം നമ്മളൊന്നും കാണില്ല. വിളക്ക് കത്തിയാൽ എല്ലാ രൂപങ്ങളും പ്രകാശിക്കും. അതിനുണ്ട് ഒരു രൂപം അല്ലേ? കത്തന തിരിക്ക് അവിടെ ആ പ്രകാശം, അതാണ് രൂപം. രൂപം ഉണ്ടായപ്പോ അതിനും കൊടുത്തു ഭഗവാൻ പ്രവൃത്തി. എന്താ അത്? ഐഡന്റിറ്റി കൊടുക്കുക. നമുക്കൊക്കെ രൂപത്തിലാണ് നമ്മൾ ആൾക്കാരെ തിരിച്ചറിയുന്നത്, അല്ലാതെ ആധാർ കാർഡ് മാത്രം നോക്കിയിട്ടൊന്നുമല്ല അല്ലേ? ഇപ്പൊ ഇവിടെ ഉള്ളവരെയൊക്കെ ഒരു വട്ടം പരിചയപ്പെട്ടാൽ പിന്നെ എവിടെ കണ്ടാലും നമുക്ക് പരിചയമാവും. എന്താ കാരണം? അതാ രൂപമാണ്. നമ്മുടെ ശരീരത്തിനൊക്കെ പ്രത്യേക വോൾട്ടേജില് ഒരു ശക്തി ഉണ്ട് എന്നാ പറയുന്നത്. അത് ഒരാളുടെയും രണ്ടാളുടെ ഒരുപോലെ ആവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവർക്കും ഒറ്റ കണ്ണ്, രണ്ട് കണ്ണും ഒരു മൂക്കൊക്കെ തന്നെയുള്ളൂ അല്ലേ? ഒക്കെ ഒരുപോലെ തന്നെ കട്ടിയാൽ ഇന്ന് ആരെങ്കിലും രണ്ടാൾക്കും ഇവിടെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാളുണ്ട്. ഒരാളെ പോലെ മറ്റൊരാളുണ്ടോ? ഇല്ല. അതാണ് രൂപത്തിന്റെ പ്രത്യേകത. രൂപം കട്ടിപിടിച്ചാൽ പഞ്ചഭൂതങ്ങളിലെ മഹാഭൂതം ഒന്നുണ്ടായി അഗ്നി. അഗ്നിക്ക് എന്താ കൊടുക്കുക ഭഗവാൻ പ്രവൃത്തി? അഗ്നിക്ക് ദഹിപ്പിക്കുക, ഉള്ളില് പുറത്തും രണ്ടും. പുറത്തും ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും. അതുകൊണ്ടാണ് രുദ്രൻ അഗ്നിയുടെ മൂർത്തിയായിട്ട് മാറും. ഇതില് ശിവപുരാണത്തിൽ ഈ അഗ്നി, ജലം, ഭൂമി, ഇതിന് ഭഗവാന്റെ 5 നാമങ്ങളാണ്. ആകാശം, മഹാദേവൻ, അഘോരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവപുരാണം. ഈ അഗ്നി ഉണ്ടായപ്പോ അഗ്നിക്കും എല്ലാം സംഹരിക്കുക അഗ്നിയാണ്. അതേ സമയത്ത് എല്ലാ പ്രവർത്തിക്കും ഊക്ക് കൊടുക്കുക. നമുക്കും അതെ അഗ്നി ഉണ്ടാവുകൊണ്ടാണ് ശബ്ദം പുറത്തേക്ക് വരുന്നത്. പ്രവർത്തിക്കാനുള്ള എനർജി ആരാ തരുന്നത്? ഉള്ളിലുള്ള അഗ്നിയാണ് കർമ്മം ചെയ്യാൻ. അപ്പൊ ആ അഗ്നി പുറത്തും അകത്തും. അകത്ത് എന്താ അഗ്നി എന്നാ പറയാ? വൈദ്യശാലയിൽ പോയാൽ ഒരു ചൂർണം കിട്ടും അല്ലേ? വൈശ്വാനര ചൂർണം എന്ന് പറഞ്ഞിട്ടേ, അതന്നെയാണ് വൈശ്വാനരനായിട്ട് ഗീതയില് അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്ത പരാമ്യന്നം ചതുർവിധം. വൈശ്വാനരനായിട്ട് അഗ്നി ഉള്ളില് നല്ലൊരു സുഭാഷിതം ഉണ്ടാക്കുക റോഫില്. യോ വർത്തതേ ശുചിത്വേന സവൈശ്വാനര ഉച്യതേ. സവൈശ്വാനര ഉച്യതേ. യോ വർത്തതേ ശുചിത്വേന സവൈശ്വാനര ഉച്യതേ. സംസ്കൃതത്തിന്റെ ഭംഗി. അതായത് യോ വർത്തതേ ശുചിത്വേന, ആര് ശുചിയായിട്ട് കഴിയുന്നുണ്ടോ അവനെ ശരിക്കും എന്താ പറയണ്ടത്? വൈശ്വാനര ഉച്ചത. അവനെ അഗ്നി എന്ന് പറയാം. അഗ്നി ഒന്നിനും മലിനാക്കാൻ കഴിയില്ല. എന്നാൽ ആര് അശുചിയായിട്ട് വർത്തിക്കുന്നുണ്ടോ അവനെ എന്താ പറയണ്ട? അവിടെ വൈ എന്ന് കഴിഞ്ഞാൽ ഒരു ദേശിട്ടാ മതി. സവൈ ശ്വാ നര ഉച്ചതേ. ആ മനുഷ്യനെ പട്ടീന്നാണ് പറയേണ്ടത്. ഒരു സുഭാഷിത അഗ്നിയുടെ ശുദ്ധി കാണിക്കാൻ. അപ്പൊ എപ്പോഴും ഈ അഗ്നി ഉണ്ടായി വർത്തമാനം പറയല്, പ്രവർത്തിപ്പിക്കലൊക്കെ അഗ്നിയുടെ ഉത്തരവാദിത്വം, രൂപത്തിന്റെ ഉത്തരവാദിത്വം ഐഡന്റിറ്റി ഉണ്ടാക്കല്. അപ്പോഴാണ് മോഹം ഉണ്ടായത്. എന്താ? കാണണം. രൂപം എന്തൊക്കെ കാണണമെന്ന് മോഹം ഉണ്ടാവും. അപ്പൊ ആരും
ദേവരി എന്ത് നല്ലൊരു ഓഡിയോ വീഡിയോ ക്യാമറ അല്ലേ? ആ സാധനം ഇടയ്ക്ക് ആ മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു വെക്കണം, അല്ലെങ്കിൽ അത് പെടില്ല. ഈ സാധനം തിരിച്ചു വെക്കേണ്ട വല്ല ആവശ്യമുണ്ടാവും. എവിടേക്ക് വേണമെങ്കിൽ തിരിക്കാം. നോക്കൂ, പാലായിട്ട് എല്ലാം വെറും ചെയ്യും ഇല്ലേ? ഇതിലിപ്പോ ഞാനല്ലാതെ വേറെ ഒന്നും പറ്റില്ല. എന്താ വെച്ചാൽ ഈ ഭാഗത്തേക്ക് മാത്രമാവുന്നുണ്ട്. മറ്റതിങ്ങനെ വേണ്ടോർത്തിരിക്ക് തിരിക്കാം. ഇങ്ങനെ ഒരു അടപ്പ് ദേവരെ എവിടെയും കണ്ടിട്ടില്ലേ? ഇത് വല്ലാതെ എനർജി ചെലവാക്കുന്ന പറയാ കണ്ണൈ. അതുകൊണ്ടാണ് രാത്രി ഉറങ്ങുമ്പോൾ ഓഫ് ചെയ്യുന്ന ഒരൊറ്റ സാധനമേ ഉള്ളൂ. ഏത്? ബാക്കിയൊക്കെ ഓഫ് ചെയ്യാതെ കിടക്കില്ലേ? വായ അടക്കം ചെല്ലി കുറുക്കം വഴിയുള്ളവരൊക്കെ നല്ലോണം തുറന്നിട്ട് തന്നെ കിടക്കുക. ഇത് മാത്രം ഓഫ് ചെയ്തിട്ടാ കിടക്കുക. ശരിക്കും സൃഷ്ടിയിൽ ബ്രഹ്മാവാണത്രേ ഈ ഇലക്ട്രിസിറ്റി ബോർഡുകാർക്ക് ഈ കള്ളത്തരം പഠിപ്പിച്ചു കൊടുത്തത്. എന്ത് കട്ട? പവർ കട്ട്. അതെവിടെ നിന്നാ ഇവിടുന്ന് ഉണ്ടാവുന്നത്? അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തന്നെ അറിയാതെ എത്ര നേരം കണ്ടു ചെയ്യുമ്പോൾ ഒരു ദിവസം ശരിക്കും മിനിമം പവർ കട്ടാണ് വരുന്നത്. അപ്പൊ അതാണ് അഗ്നി രൂപം കണ്ണ്. കണ്ണിനൊരു ദേവത, അതിനൊരു ശക്തി വേണം ഇതൊക്കെ എടുക്കാൻ. ആ എടുക്കുന്ന ദേവതയുടെ പേരാണ് തൊട്ടാവ്. തൊട്ടാവ് ചിങ്ങമാസത്തിലെ സൂര്യനാണ്. എന്റെ ഈ മൂപ്പരെ പിടിച്ച് കണ്ണിനാക്കിയത് ഈ കണ്ണിന് അധികം സൂപ്പ്. അടുത്തൊരു സൂക്കടി വന്നു പോയി ഇല്ലേ? എല്ലായിടത്തിലും ഉണ്ടായിരുന്നു, പാലക്കാട്ടൊക്കെ. എന്തായ്യ? റെഡ് അയ്യോ എന്നും പറഞ്ഞേ. ഈ ചിങ്ങമാസത്തിൽ മാത്രമാണ് ഈ കാലാവസ്ഥ ഒരേ ഭാഗത്തിൽ ചൂടും തണുപ്പൊക്കെ ഒരു മിതായിട്ടാണ്. കണ്ണിന് അങ്ങനെയും പാടുള്ളൂ. അതുകൊണ്ടാണ് ആയുർവേദക്കാരൻ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവർക്ക് ഒരു മരുന്നും കൂടി ഞാൻ പറഞ്ഞുതരാണ്. തലയിൽ ചൂടുവെള്ളം വാരരുത്. എത്ര തണുപ്പുണ്ടെങ്കിലും ഇവിടുന്ന് അങ്ങടെ ചൂടുവെള്ളം വരാൻ പറ്റില്ല. അവർക്ക് ആദ്യം കണ്ണിനാണ് എഫക്റ്റ് വരിക, ഈ ചൂട്. അപ്പൊ എപ്പോഴും ഇങ്ങനെ കണ്ണ് തൊട്ടാവും. 3, 4, 12 ഞാൻ അടുത്ത ആളുണ്ടാവുകയും. അടുത്ത ആളാണ് ആര്? കണ്ണുണ്ടായി കഴിഞ്ഞു, അഗ്നി ഉണ്ടായി. അഗ്നി വേറൊരു രസം. എന്താ രസം? നമ്മൾ നല്ല രസം എന്താന്ന് പറയും. ഊണ് കഴിച്ച ഓടുമ്പോഴല്ല ഈ രസം. എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു സ്വാദുണ്ട് അല്ലേ? അതിനെ രസം എന്ന് പറയാം. അത് ഉണ്ടാക്കി തീർക്കാൻ ആരാറിയോ? അഗ്നിയാണ്. കായ പുകടുന്ന കണ്ടിട്ടില്ലേ? എന്തിനാണ്? വേഗം പഴുക്കാന്. പഴുത്താലേ അതിന് മധുരം വരുള്ളൂ അല്ലേ? നേന്ത്രപ്പഴം ചുട്ടു തിന്ന് നോക്കിണ്ടോ? അതിന് സ്വാദ് കൂടും. ഈ അടുപ്പിലെ ആവിയിലും ബതിലുമ്പിലൊക്കെ വെച്ച് വേവിക്കണേക്കാളും സ്വാദ് നേന്ത്രപ്പഴം ചുട്ടു തിന്നുമ്പോ അധികം സ്വാദുണ്ടാവും. ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ അതാണ് അഗ്നിന്ന് നേരിട്ട് വരുന്നതാണ് എന്താ ഈ സ്വാദം. അത് പ്രകൃതിത ഗുണങ്ങൾ ചേരുമ്പോ 6 എണ്ണമായിട്ട് മാറും. ശരിക്കും 3 എണ്ണേ ഉള്ളൂ ഇത്രേ. ഇത് സത്വ രജസ് തമോ ഗുണങ്ങളോട് ബന്ധപ്പെട്ടിട്ട് 3 രസങ്ങളെ പ്രാധാന്യം. മധുരം, അതുപോലെ തന്നെ ഉപ്പ്, അതും കഴിഞ്ഞ് കയ്പ്. ഈ 3ന്റെയും വ്യത്യാസങ്ങളാണ് ബാക്കി 3 രസങ്ങൾ. അതായത് സത്വവും രജസ്സും കൂടി ചേരുമ്പോ അതാണ് ഈ കയ്പ്. മധുരം സത്വഗുണത്തിന്റെ ലക്ഷണമാണ്. കയ്പും അതുപോലെ തന്നെ എരിവും അത് മറ്റു ഗുണങ്ങളുടെ ലക്ഷണമാണ്. എരി പുളിയൊക്കെ തമോ ഗുണത്തിന്റെ. അത് അങ്ങടും കൂടി ചേരുമ്പോഴാണ് 6 ഗുണങ്ങളായിട്ട് മാറുക. ഈ രസം കട്ടി പിടിച്ചപ്പോ അതിന് ജലം പേര്, വെള്ളം. ശരിക്കും സ്വാദ് എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ സ്വാദ് ഉണ്ടാവുക? ഇപ്പൊ എന്തോ ഇവിടെ ഗ്ലാസ്സിൽ ഇങ്ങനെ കൊടുന്നു തീർക്കണുണ്ടോ? അത് പച്ചവെള്ളമാണെന്ന് വിചാരിച്ചാൽ അതിന് ഒരു ഇല്ലേ അതിന്റെ സ്വാദ് വർദ്ധിക്കാൻ പറയാൻ പറ്റുമോ?
പച്ചവെള്ളം ഞങ്ങളുടെ കിണറിലെ വെള്ളം നല്ല മധുരം ഉണ്ടാവുന്ന ആ കിണറിന് എന്തോ ദോഷം ഉണ്ടാകും. പുളി ഉണ്ടെത്താലും വാസന ഉണ്ടെത്താലും ഒക്കെ അതെ. ശുദ്ധജലത്തിന് എന്താ സ്വാദ് വർണ്ണിക്കാൻ കഴിയില്ല. അതാണ് രസം. അപ്പൊ രസം ഉണ്ടായാൽ ജലം ഉണ്ടാവും. ജലവും രസം ഉണ്ടായപ്പോ രസത്തിന് ആസ്വദിക്കാൻ ഒരു ഇന്ദ്രിയം വേണം, വേണ്ടേ? അതാണ് എൻ്റെ ഈ പ്ലാസ്റ്റിക്കിന്റെ കഷ്ണം. അവന് വേണ്ടിയിട്ടാണ് നമ്മൾ ദിവസം മുഴുവനെ ചെലവാക്കുന്നത് അല്ലേ? ഞാൻ രാവിലെ വന്നപ്പോഴും ഇഡ്ഡലി മാത്രമായ പോരാ, സാമ്പാർ ഇടയ്ക്കിടയ്ക്ക് വേണം. സാമ്പാർ വിളമ്പി മതിയായി ഉണ്ടാവും. എന്റെ കാരണം ആ രസം ഈ നാവിനെ അത് അറിഞ്ഞ് അനുഭവിക്കാനുള്ള താല്പര്യം. അതാണ് നാവ്, ഈ രസം അറിയാം. വല്ലാത്തൊരു സാധനമാണ്. ഈ ചായപ്പൊടി കമ്പനികളിലൊക്കെ ടേസ്റ്റർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. ചിലരൊക്കെ നല്ല കഴിവുണ്ടാവും. നമ്മൾ കണ്ടിട്ടില്ലേ A1 ഗെറ്റ് ടീ 8 പറഞ്ഞിട്ടില്ലേവോ? ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരിങ്ങനെ കുടിച്ചിട്ട് പറയും ഇത്ര കട്ടൻ ചായ ഇത് നല്ലത്, അങ്ങോട്ട് വെച്ചോളൂ. ഇത് അത്ര തന്നെ ഗുണം പോരാ. അതാണ് അത്രയും തരം തിരിച്ചത്. നാവുകൊണ്ട് അതാണ് സ്വാദറിയാൻ നാവ്. നാവിന് ഒരു ശക്തി അറിയിക്കാൻ. അതാരാ? വരുണൻ, ജലത്തിന്റെ ദേവതയാണ്. ജലാംശം വിചാരിക്കുക, ആ വസ്തുവിന് ഒരു സ്വാദും ഉണ്ടാവില്ല. ഇടയ്ക്ക് ചിലർ ഹരിദ്വാറിലൊക്കെ പോകുമ്പോൾ അവിടെ റോട്ടിന്റെ പക്കത്ത് മുന്തിരിങ്ങ ഇങ്ങനെ കിലോ 10 എന്നൊക്കെ പറഞ്ഞ ഉണക്ക മുന്തിരിങ്ങ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. രാത്രി വിൽക്കുക കേട്ടോ അധികവും. നമ്മളിങ്ങോട്ട് കേരളത്തിലേക്ക് പോരുമ്പോൾ 1 കിലോ വാങ്ങിക്കളയാൻ 10 ഉറുപ്പ്യക്ക്. ഇവിടെ വന്ന് അത് എന്തിനിട്ടാലും മുന്തിരിങ്ങ അതൊന്നും ഉണ്ടാവും. ചണ്ടിയാണേ, പഴയ അരിച്ച രസമൊക്കെ അവർ ഇട്ടിട്ടുണ്ടാവും. ബാക്കി ചണ്ടിയ വരിക. അപ്പൊ അമ്മാതിരി അതാണ് രസം, ജലം. ഇതിനൊക്കെ തത്വങ്ങളുണ്ട്. ജലം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഊക്ക് നിർത്താം. ഊക്ക്, അഗ്നി ഊക്ക് തരിച്ചാലും ഈ അഗ്നിക്ക് ഊക്ക് കൊടുക്കാൻ ആര് വേണം? ജലം വേണം. ജലം ഇല്ലാണ്ട് പറ്റില്ല. ഇപ്പോഴും നമ്മൾ വല്ലാതെ ക്ഷീണിച്ച് ആശുപത്രി കൊണ്ടുപോയി ആദ്യം എന്താ ചെയ്യാ? 2 കുപ്പി കേറ്റ, പിന്നെ പിടിച്ചു കിടത്തി കേറ്റി. അതാണ് രസം. അതൊന്നും എന്തുണ്ടാവും? ജലം ഉണ്ടായാൽ ആ ഊക്ക് കിട്ടും. ജലത്തിനുള്ളതാ ഊക്ക് കൊടുക്കുക, ക്ഷീണം തീർക്കുക. നമുക്ക് ക്ഷീണം തീർത്താൽ എന്നോട് വെള്ളം വേണോ ചോദിച്ചു. ഞാൻ കുടിക്കലില്ല. അതാ കാരണം ഈ വെള്ളം അധികം കുടിക്കാൻ പാടില്ല. ഇന്നിപ്പോൾ അങ്ങനെയില്ല. ഡോക്ടർമാരെ പറയും 8 കുപ്പി കുടിച്ചോളൂ കിട്ടും രാവിലെ. എന്നാലേ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ആളെ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. പഴയ കാലത്ത് എങ്ങനെയാ പറയാച്ചാൽ വെള്ളം അകത്തേക്കും പാത്ത് പുറത്തേക്കും കുറയ്ക്കണം. അത് ആയുർവേദം അത് പറയും. നാത്യമ്പു പാനാൽ ന വിഭജ്യതേന്നം. എപ്പോഴും പറയും അത്യമ്പു പാനാൽ ന വിഭജ്യതേന്നം. അത്യമ്പു പാനാൽ സയേവ ദോഷ. ആയുർവേദത്തിൽ പറയുന്നത് അധികം വെള്ളം കുടിച്ചാൽ ആഹാരം ദഹിക്കില്ല. എന്നാ ഒട്ടും വെള്ളം കുടിച്ചില്ലാലോ അപ്പോഴും ആഹാരം ദഹിക്കില്ല. അപ്പൊ അതുകൊണ്ട് ആരോഗ്യം നിലനിർത്തേണ്ട ആള് കുറേശ്ശെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോളാം. അല്ലാതെ ഈ ഭക്ഷണം കഴിഞ്ഞിട്ട് 1 ഗ്ലാസ് വെള്ളത്താണ് കുടിക്കുക. വെളിച്ചാകുമ്പോൾ 5-8 ഗ്ലാസ് വെള്ളം ഒന്നായി കിച്ചണിൽ കിണർ അങ്ങനെ 3 സാധനങ്ങളുണ്ട്. ഇപ്പൊ ആരോ അങ്ങനെ ഒരു എന്ത് ചികിത്സ, വെള്ള ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് 5-8 ഗ്ലാസ് വെള്ളമൊക്കെ രാവിലെ എണീറ്റ് ഡോക്ടർമാരും പറയുന്നത് വെച്ചാൽ കിഡ്നി ഫങ്ഷൻ ചെയ്യണ്ടേ, നല്ലോണം വെള്ളം കുടിക്കണം എന്നാണ്. അത് ശരിക്കും അത് വേണം നിർബന്ധം. ആരോഗ്യത്തിൽ അങ്ങനെ പറയാം. അധികം കുടിക്കണ്ട, വെള്ളം കുടിക്കണം എന്ന് തോന്നിയാൽ നമുക്ക് കുടിക്കാം. അതിന് ദാഹം ഉണ്ടാവും. ദാഹം ചേർന്നപ്പോൾ വെറുതെ വെള്ളം കുടിച്ചാൽ അത് എവിടേക്കാണ് തോട്ടം? കിഡ്നിക്ക് തന്നെയാണ്. അപ്പൊ എപ്പോഴും ഇത് തത്വങ്ങളതൊക്കെ. അപ്പൊ വെള്ളം, രസം, അതൊക്കെ കഴിഞ്ഞ് ഈ വെള്ളം കുറച്ചു കാലം കെട്ടി നിന്നു. ഈ 4 ഭൂതങ്ങളുണ്ട്. അതിങ്ങനെ കെട്ടി നിൽക്കുമ്പോ അതിന് കുറേശ്ശെ ഗന്ധം വരാൻ തുടങ്ങും. ഇപ്പോഴും അതെ, കിണറില് ഇളക്കാതെ വെള്ളം കോരിയാൽ എന്ന് മോട്ടർ ഇട്ടിട്ട് ഇങ്ങനെ കയറ്റി തന്നെ ഉള്ളൂ വിചാരിക്കുക.
ആ കിണറിലെ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ കേടുവരും. പണ്ട് അതുകൊണ്ടാണ് ഈ അമ്പലങ്ങളിലൊക്കെ വെള്ളം കോരുന്ന സാധനം ഉണ്ടല്ലോ, ആ കുടിയിലും പറഞ്ഞ സാധനം കട 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 കടാന്ന് ശബ്ദം ഉണ്ടാവും. അങ്ങോട്ട് വിട്ടേന്ന് ബക്കറ്റ് പോയാൽ ചാടും, വെള്ളം നല്ലോണം ഒന്ന് ഇളകും. ബക്കറ്റ് ഒരു 2 അടി താഴ്ത്തെങ്കിലും പിന്നെ പൊന്തുമ്പോൾ ഈ വെള്ളം ഒന്നായിട്ട് ഇളകും. വെള്ളത്തിന് ചലനം വേണം എന്നാ പറയാം. ചലനം വെച്ചാൽ ആ വെള്ളം എന്തുണ്ടാവും? ഗന്ധം ഉണ്ടാവും. കെട്ടി നിന്നാൽ ഗന്ധം ഉണ്ടാവും. ഈ ഗന്ധം കട്ടിപിടിച്ചാൽ അതിന് പറയുന്ന പേരാണ് ഭൂമി. ഭൂമി ഭൂമി ഇതെപ്പോഴാ അറിയാറിയോ? പുതുമഴ പെയ്യുമ്പോ മണ്ണ് നനഞ്ഞ വാസനയുണ്ടാവും. 2 മാസം മഴ പെയ്യാതെ ആദ്യത്തെ മഴ ഇങ്ങോട്ട് പെയ്യുമ്പോ മണ്ണ് നനഞ്ഞൊരു വാസനയുണ്ടാവും. അതിനാണ് ഗന്ധത്തിന്റെ ആദ്യത്തെ ഭാവം എന്ന് പറയുന്നത്. ഈ ഗന്ധമാണ് പിന്നെ പ്രകൃതിയോട് കൂടി ചേരുമ്പോ നല്ല വാസനയായിട്ടും ചീത്ത വാസനയായിട്ടും ഒക്കെ മാറണം. അപ്പൊ ഗന്ധം ഭൂമിക്കും കൊടുത്തു പ്രവൃത്തി. വെള്ളത്തിന് ഉക്ക് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഭൂമിക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ആഹാരം കൊടുക്കുക. മാത്രമല്ല എല്ലാം താങ്ങി നിർത്തുക. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കണ്ട, അയാളങ്ങനെ സ്റ്റേജിൽ കയറി ഇരിക്കിയിരുന്ന പെട്ടെന്ന് അയാളെയും കാണാനില്ല, സ്റ്റേജും കാണാനില്ല. എന്താ ചെയ്യ? ആകാരഭൂത ജഗതത്വമേക മഹിസ്വരൂപേണ യതസ്ഥിതാസി അപ്പം സ്വരൂപസ്ഥിതയാ ത്വയൈതത് ആപ്യായതേ കൃഷ്ണമനംഗവീജേ. കർമ്മഗതിയിലേക്കൊന്നും എത്തിയിട്ടില്ല. 10:45 എന്താ പറയണ? അപാം സ്വരൂപസ്ഥിതയാ ത്വയൈതദാപ്യായതേ. ആധാരഭൂത ജഗതസ്വമേക. ഭൂമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആധാരമാണ്. ജീവിത വൃത്തി തരിക, നമുക്ക് ഇഷ്ടമുള്ള ആഹാരം അല്ലേ? എന്തൊക്കെ സാധനം! മണ്ണെന്നെയാണ് ഈ സർവ്വ സാധനവും. മണ്ണിലൊരു മത്തന്റെ വിത്ത് കുഴിച്ചിടുമ്പോ മത്തങ്ങയായിട്ട് മാറുന്നു, വെണ്ടയുടെ വിത്ത് കുഴിച്ചിട്ടാ വെണ്ടയായിട്ട് മാറുന്നു ഇല്ലേ? ഇപ്പൊ പ്ലാവാണത് ചക്കയായിട്ട് മാറുന്നു. ഒക്കെ മണ്ണ് കുഴിച്ചിട്ട് നോക്കും, മണ്ണ് തന്നെയാണ്. അപ്പൊ ഇത്ര വളരെ സസ്യങ്ങളും ധാന്യങ്ങളായിട്ട് നമ്മളെ നിലനിർത്തുന്നതാരാ? ഭൂമിയാണ്. അതുകൊണ്ടാണ് ഭൂമി എപ്പോഴും പൂജിക്കണം എന്ന് പറയാൻ കാരണം. അപ്പൊ ഭൂമി ഗന്ധം അതറിയാൻ നമുക്ക് 1200 തരം വാസന അറിയാൻ പനി കഴിവുണ്ട്. ഈ 2 അല്ലെ എത്ര പോകുന്ന സാധനം ഒന്ന് ആലോചിച്ച് നോക്കും. ഇതിന് 1200 തരം വാസന തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതാണ് മൂക്ക്. അതിന്റെ ദേവതയാണ് അശ്വിനി ദേവതകള്. ചിലര് ഭൂമിയിലും പറയും, എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനെ 20 തത്വങ്ങള്. ഈ 20 തത്വങ്ങളിൽ കൂടെ ഒരു 4 എണ്ണം കൂടിയാണ് ചേർന്നത്. എന്താ 4 എണ്ണം? ഇതാണ് ശരീരം. അതിൽ കർമ്മേന്ദ്രിയങ്ങളെ കൂട്ടിയാൽ അത് കൂടും. 5 5 മുടൻ 5 6 8 മുടൻ 96 എത്തിക്കില്ലേ രാമകീർത്തനത്തില്? അതുമാതിരി കർമ്മേന്ദ്രിയങ്ങളെ പൊതിലൊട്ടി. അങ്ങനെ 20 തത്വങ്ങളും പിന്നൊരു 4 അറിവിന്റെ ഭാവങ്ങൾ. ഏതൊക്കെയാണ്? അതാണ് നമ്മുടെ ആധ്യാത്മികത്തിനുള്ള പ്രത്യേകത. ബാക്കിയുള്ള കൂട്ടരാരും അത് പറയില്ല. ഈ അറിവിനെ 4 തട്ടാക്കിയിട്ട് തിരിക്കും നമ്മുടെ ആധ്യാത്മികം. ആദ്യം മൊത്തം ഒരറിവ്. അതിന് പറയുന്ന പേരാണ് ചിത്തം. അതിന്റെ അധിഷ്ഠാന ദേവതയാണ് വാസുദേവൻ. എന്താ കാര്യം? അറിവെല്ലാത്തിലും അല്ലേ? ഇപ്പൊ രാവിലെ 4 മണിക്ക് വേണത്തെ ഇവിടെ വിളക്കെത്തിക്കുമ്പോ ഇവിടെ ഉണ്ടാവും എറുമ്പ്. 4 മണിക്ക് ഈ എറുമ്പിന് കിടന്ന് ഉറങ്ങിക്കൂടെ ആ സമയത്ത്? എന്താ? നേരത്തെ പോയാലേ അതിന് വല്ലതും കിട്ടൂന്ന് അതിനറിയാം. അതുകൊണ്ട് അത് നേരത്തെ എന്താ എല്ലാ കാര്യങ്ങളും. അതാണ് ചിത്തം എന്ന് പറഞ്ഞത്. എല്ലാറ്റിലും ഭക്ഷണം കഴിക്കാനും വംശവർദ്ധനയ്ക്കും ഒക്കെ ഉള്ള താല്പര്യം, അതറിവ്. അതുകൊണ്ടാ വാസുദേവൻ അതിന്റെ ദേവയാണെന്ന് പറഞ്ഞാൽ അതില്ലാത്തവരാരുമില്ല.
തണലത്തൊരു വൃക്ഷം കൊണ്ടേ വെച്ചാൽ അതടക്ക എവിടേക്കാ വെയിലേറ്റാൽ അവിടേക്ക് ചെയ്യാൻ തുടങ്ങും. അത് അറിവിന്റെ. ഈ ചിത്തത്തില് അഹങ്കാരം വരും. എന്താ അഹങ്കാരം? ഞാൻ, എൻ്റെ എന്നുള്ള ഭാവം. അപ്പൊ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരാൾ വരും. ആരാത്? ബുദ്ധി. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ ദേവതയ്ക്ക് ഒരു പേരിട്ടു, സംഘർഷണൻ. ബലരാമസ്വാമി. എന്താ കാരണം? അഹങ്കാരം എപ്പോഴും. അതുകൊണ്ടാണ് സംഘർഷണന്റെ മുകളിൽ ഭഗവാൻ കിടക്കണു പാലാഴിയില് എന്ന് പറയാൻ. അല്ലാതെ 1000 തലയുള്ള പാമ്പ് പാലാഴിയിലെങ്ങനെ? എന്താർത്ഥം? മനസ്സിന്റെ നിൽപ്പ് എവിടെയാണ്? ശുദ്ധായിട്ടുള്ള മനസ്സ്. ഇതിന്റെ അടിസ്ഥാനം അറിയുമ്പോഴേ ശുദ്ധാവുള്ളൂ. ഈ ഭഗവാൻ സംഘർഷണൻ. അടുത്ത് ബുദ്ധിയാണ്. ബുദ്ധിയുടെ ദേവതയാണ് പ്രദ്യുമ്നൻ. അതിനും വാക്കിനർത്ഥം എന്താ? പ്രകർഷേണ ദ്യുമതീതി പ്രദ്യുമ്ന. അതിശയായിട്ട് ശോഭിക്കൊണ്ടാണ് പ്രദ്യുമ്നൻ. നമ്മുടെ ബുദ്ധിയിലാണ് നമുക്ക് ഓരോന്ന് തോന്നുക, അല്ലേ? ഞാൻ ഇപ്പൊ ഇന്നിവിടെ പ്രഭാഷണത്തിന് വരാൻ ഇന്നലെ രാവിലെ 8 മണിക്ക് പോന്നു അവിടുന്ന്. എന്തേ? അതൊന്നും വേണ്ട, വേണം. 2 കാര്യം. അപ്പൊ എന്തായാലും തിരുനക്കര പൂവലും കഴിക്കാം. അപ്പൊ എറണാകുളത്തുനിന്നും ഈ വൈക്കത്തടുത്ത് നമ്മുടെ ഒരു ചങ്ങാതി ബാലേന്ദ്രനും പറഞ്ഞു മൂപ്പരുടെ വീട്ടിൽ പോക്കും കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് രാവിലെ 8 മണിക്ക് പോന്ന ഉച്ചയ്ക്ക് എറണാകുളത്ത് എത്തി അവിടുന്ന് ഊണൊക്കെ കഴിച്ച് അവരുടെ കാറിൽ വൈക്കത്ത് വന്ന മൂപ്പരുടെ വീട്ടിൽ കൂടി രാവിലെ നേരത്തെ നീട്ടും ഇങ്ങോട്ട് കൂടിയത്. ആരാ അത് പ്രവർത്തിപ്പിച്ചത്? ബുദ്ധി. എന്താ വെച്ചാൽ ഈ പോക്കിൽ ആ 2 കാര്യവും കഴിച്ചു പോരാട്ടോ. അപ്പൊ എത്ര ഇതാണ് ബുദ്ധിയുടെ, അതാണ് പ്രദ്യുമ്നൻ. ഇനി ഈ ബുദ്ധി എങ്ങനെയാ പരിഹരിച്ചാൽ? മനസ്സ്. അതാണ് 4ാമത്തെ സാധനം അറിവിന്റെ. ഈ മനസ്സിന്റെ ദേവതാര അനിരുദ്ധൻ. എന്താ അങ്ങനെ ഒരു പേരിടാൻ കാരണം? തടുക്കാൻ പറ്റില്ല. മനസ്സിനെ നമുക്ക് ഏത് സമയത്ത് നിയന്ത്രിക്കാം.